ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കേരൾ മേം ഹിന്ദി സാഹിത്യ അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഹിന്ദി ലിറ്ററേച്ചർ രണ്ടാമത്തെ മോക്ക് ടെസ്റ്റാണ്. 30 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് ഔട്ട് ഓഫ് 30ൽ കമൻറ്റ് ചെയ്യുക. ടോട്ടൽ ഒരു 60 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 2 വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരൾ के प्रथम हिंदी गीतकार कौन है? फर्स्ट क्वेश्चन, केरल के प्रथम हिंदी गीतकार कौन है? ऑप्शंस ए नारायण देव, ऑप्शन बी स्वाति തിരുനാൾ, ഓപ്ഷൻ സി PG വാസുദേവ്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കേരൾ के प्रथम हिंदी प्रचारक कौन है? കേരൾ के प्रथम हिंदी प्रचारक कौन है എന്നാണ് ഓപ്ഷൻസ്. ഓപ്ഷൻ എ ദാമോദരൻ ഉണ്ണി, ഓപ്ഷൻ ബി ചന്ദ്രഹാസൻ, ഓപ്ഷൻ സി ഗോവിന്ദ് ഷെണായ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് ദാമോദരൻ ഉണ്ണി. അടുത്ത ക്വസ്റ്റ്യൻ 3, ദക്ഷിൺ ഭാരത് പത്രിക കഹാ സെ നിക്കൽത്തി ഹെ? ദക്ഷിൺ ഭാരത് പത്രിക കഹാ സെ നിക്കൽത്തി ഹെ? ആൻസർ വരുന്നത്, സോറി, അതിന് മുമ്പ് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി തൃശ്ശൂർ, ഓപ്ഷൻ സി ചെന്നൈ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ചെന്നൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംഗ്രഥൻ കഹാ സെ പ്രകാശിത് ഹോത്തി ഹെ? സംഗ്രഥൻ കഹാ സെ പ്രകാശിത് ഹോത്തി ഹെ? ഓപ്ഷൻസ് ട്രിവാൻഡ്രം, ബി തൃശ്ശൂർ, സി കൊച്ചി. നാലാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ട്രിവാൻഡ്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനെ കോൺ ഹവായ് കിസ് വിദ കി രചന ഹെ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. അനെ കോയ് ഹവായ് കിസ് വിദ കി രചന ഹെ? ഓപ്ഷൻസ് എ കവിത, ഓപ്ഷൻ ബി ഉപന്യാസ്, ഓപ്ഷൻ സി വ്യംഗ്യ. അപ്പോൾ ഏതാണ്? അനെ കോയ് ഹവായ് കിസ് വിദ കി രചന ഹെ എന്നുള്ളതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി വ്യംഗ്യ. അടുത്തത്, ദ്വാദശി കിസ്ക കഹാനി സംഗ്രഹ ഹെ? ദ്വാദശി കിസ്ക കഹാനി സംഗ്രഹ ഹെ? ഓപ്ഷൻസ് എ പി കൃഷ്ണൻ, ഓപ്ഷൻ ബി എൻ രാമൻ നായർ, ഓപ്ഷൻ സി ഗോവിന്ദ് ഷെണായ്. ആൻസർ വരുന്നത്, സോറി, ഓപ്ഷൻസ് ഒന്നുകൂടി പറയാം. ഓപ്ഷൻ എ പി കൃഷ്ണൻ, ഓപ്ഷൻ ബി എൻ രാമൻ നായർ, ഓപ്ഷൻ സി ഗോവിന്ദ് ഷെണായ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി എൻ രാമൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹാർ കി ജീത് കാ ലേഖക് കൗൺ ഹെ? സെവൻത്ത് ക്വസ്റ്റ്യൻ, ഹാർ കി ജീത് കാ ലേഖക് കൗൺ ഹെ? ഓപ്ഷൻസ് എ ജി ഗോപിനാഥൻ, ബി ചന്ദ്രശേഖരൻ നായർ, സി പൊന്നമ്മ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ചന്ദ്രശേഖരൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആനന്ദ് ശങ്കർ മാധവൻ കിസ് രാജ്യ മേം റഹ്കർ ഹിന്ദി കി സേവാ കി? എ പഞ്ചാബ്, ബി ബിഹാർ, സി കർണാടക്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ബിഹാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനാമന്ത്രിത് മെഹ്മാൻ കിസ് വിദ കി രചന ഹെ? നയൻത്ത് ക്വസ്റ്റ്യൻ ആണ്. അനാമന്ത്രിത് മെഹ്മാൻ കിസ് വിദ കി രചന ഹെ എന്നുള്ളതാണ്. എ കഹാനി, ബി കവിത, സി ഉപന്യാസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഉപന്യാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആനന്ദ് ശങ്കർ മാധവൻ കാ പ്രഥം ഉപന്യാസ് കൗൺ സാ ഹെ എന്നുള്ളതാണ്. ഓപ്ഷൻസ് എ അനാമന്ത്രിത് മെഹ്മാൻ, ഓപ്ഷൻ ബി പ്രസവവേദന, ഓപ്ഷൻ സി കിഞ്ചിത് ശേഷം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ അനാമന്ത്രിത് മെഹ്മാൻ. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ, കാലിക്കറ്റ് സെ പ്രകാശിത് ഹിന്ദി പത്രിക കാ നാം? എ രാഷ്ട്രവാണി, ബി കേരൾ ഭാരതി, സി യുഗ് പ്രഭാത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി യുഗ് പ്രഭാത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12, രാമൻ നായർ के उपन्यास का नाम क्या है? ए द्वादशी, बी सागर की गलियां, सी प्रसव वेतना.
ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സാഗർ കി ഗലിയാം. ഒരുപാട് എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ. മച്ചുവാരോം കി സമസ്യ കിസ് ഉപന്യാസ് മേ ഹെ? എ പ്രസവവേദന, ബി കിഞ്ചിത് ശേഷം, സി സാഗർ കി ഗലിയാം. നമുക്കറിയാം ഓപ്ഷൻ സി സാഗർ കി ഗലിയാം ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 14. ഫൂൽ ഓർ കാंटे किस विधा की रचना है? ए ललित निबंध, बी कहानी, सी नाटक. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ലളിത് നിബന്ധ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15. വിശ്വനാഥ് അയ്യർ കി രചന കോൺസി നഹി ഹെ എന്നുള്ളതാണ്. എ ഹിമാലയ ഗർജ് രഹാ ഹെ, ബി ഫൂൽ ഓർ കാंटे, സി ഷഹർ സോ രഹാ ഹെ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഹിമാലയ ഗർജ് രഹാ ഹെ. 16ാമത്തെ ക്വസ്റ്റ്യൻ. പ്രമുഖ് ലളിത് നിബന്ധക്കാർ കോൺ ഹെ എന്നുള്ളതാണ്. എ വിശ്വനാഥ് അയ്യർ, ബി ഗോവിന്ദ് ഷെണായ്, സി ഭാരതി ദേവി. ആൻസർ വരുന്നത് ഓപ്ഷൻ എ വിശ്വനാഥ് അയ്യർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാഷ്ട്ര ഭാരതി കോ കേരൾ കാ യോഗ്ദാൻ കാ പ്രകാശൻ വർഷ? എ 1971, ബി 1980, സി 1970. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 1970. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളീയോം കി ഹിന്ദി കോ ദേൻ കിസ്കി കൃതി ഹെ? കേരളീയോം കി ഹിന്ദി കോ ദേൻ കിസ്കി കൃതി ഹെ? എ ജി ഗോപിനാഥൻ, ബി വിശ്വനാഥ് അയ്യർ, സി മലിക് മുഹമ്മദ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ജി ഗോപിനാഥൻ. അടുത്ത ക്വസ്റ്റ്യൻ. കേരളീയോം കി ഹിന്ദി വായിച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ 19. ദേവ് കേരളീയ കോൺ ഹെ? പല എക്സാമിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ വാസുദേവ്, ബി പണ്ഡിറ്റ് നാരായൺ ദേവ്, ഓപ്ഷൻ സി പി നാരായൺ. 19ാമത്തേൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പണ്ഡിറ്റ് നാരായൺ ദേവ് ആണ്. അടുത്തത് കേരൾ ജ്യോതി കഹാസെ നിക്കൽത്തി ഹെ? 20ാമത്തെ ക്വസ്റ്റ്യൻ. കേരൾ ജ്യോതി കഹാസെ നിക്കൽത്തി ഹെ എന്നുള്ളതാണ്. എ കാലിക്കറ്റ്, ബി കൊച്ചി, സി ട്രിവാൻഡ്രം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ട്രിവാൻഡ്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിപീലിക വിപ്ലവ് കിസ്കി കവിത ഹെ? 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പിപീലിക വിപ്ലവ് കിസ്കി കവിത ഹെ? എ പി നാരായൺ, ബി ചന്ദ്രശേഖരൻ നായർ, സി ദേവ് കേരളി. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് പി നാരായൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജീനെ കി ലൽക്കാർ കിസ്കാ കാവ്യ സംഗ്രഹ ഹെ? 22ാമത്തെ ക്വസ്റ്റ്യൻ. ജീനെ കി ലൽക്കാർ കിസ്കാ കാവ്യ സംഗ്രഹ എന്നുള്ളതാണ്. കൃഷ്ണൻകുട്ടി, എ കൃഷ്ണൻകുട്ടി, ബി അരവിന്ദാക്ഷൻ, സി പി നാരായൺ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് പി നാരായൺ. അടുത്തത് 23. ഹിമാലയ ഗർജ് രഹാ ഹെ ഇസ്കാ കദ്യ ക്യാ ഹെ? എ ദേശഭക്തി, ബി ശിക്ഷ, സി സാമ്പ്രദായികത. ആൻസർ വരുന്നത് എ ദേശഭക്തിയാണ്. അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ. ഹിമാലയ ഗർജ് രഹാ ഹെ കബ് പ്രകാശിത് ഹെ എന്നുള്ളതാണ്. എ 1970, ബി 1965, സി 1975 ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1965 ആണ്. അടുത്തത് 25ാമത്തെ ക്വസ്റ്റ്യൻ. നിമ്നലിഖിതമേ കോൺസ സംഗ്രഹ് ആനന്ദ് ശങ്കർ മാധവൻ കാഹെ എന്നുള്ളതാണ്. ഓപ്ഷൻ എ ബാപ്പു, ബി ലൽക്കാർ, സി ദീപാരാധന. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ദീപാരാധന. അടുത്തത് 26. ഖാസ് കെ ഫൂൽ കിസ്കി രചന ഹെ? എ ആനന്ദ് ശങ്കർ മാധവൻ, ബി ഷൺമുഖൻ, സി ചന്ദ്രശേഖരൻ നായർ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആനന്ദ് ശങ്കർ മാധവൻ. അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ. എൻ രവീന്ദ്രനാഥ് का काव्य संकलन कौन सा है? ए रंग और गंध, बी आसपास, सी अधूरा मकान. 27ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് രംഗ് ഓർ ഗന്ധ്. അടുത്തത് 28. സപ്ന ദേഖ്ന മനാ ഹെ കിസ്കി രചന ഹെ? എ ബാബുജെ, ബി അരവിന്ദാക്ഷൻ, സി ഷൺമുഖൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ
സി ഷൺമുഖൻ. അടുത്തത് 29ാമത്തെ ക്വസ്റ്റ്യൻ, പി വി വിജയൻ കി രചന കോൺസി ഹെ എന്നുള്ളതാണ്. ഓപ്ഷൻ എ നദി കോ ബഹനേദോ, ബി രംഗ് ഓർ ഗന്ധ്, ഓപ്ഷൻ സി ദീപാരാധന. 29ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, നദി കോ ബഹനേദോ. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആസ് പാസ് കിസ്കാ കാവ്യ സങ്കലൻ ഹേ. ആസ് പാസ് കിസ്കാ കാവ്യ സങ്കലൻ ഹേ. ഓപ്ഷൻ എ സുനീത, ഓപ്ഷൻ ബി അരവിന്ദാക്ഷൻ, ഓപ്ഷൻ സി വിശ്വനാഥ് അയ്യർ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി അരവിന്ദാക്ഷനാണ്. അപ്പോൾ 30 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ മാർക്ക് ഔട്ട് ഓഫ് 30